മമ്മൂക്ക ഓർ ലാലേട്ടൻ. നമ്മൾ ആ സെഗ്മെന്റ് കുറച്ച് മുമ്പ് ചെയ്തിരുന്നതാണ്. പിന്നെ നമ്മളത് പതുക്കെ നിർത്തിയതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഫാൻസിനെ തമ്മിൽ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫാൻസിന്റെ ഈ ഒരു ഇത് ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളത്. കാരണം മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സുഹൃത്തുക്കളാണ്. ആ ഒരു സുഹൃത്തുക്കൾക്കിടയിൽ യാതൊരു വിദ്വേഷവും ഒരു പ്രശ്നവുമില്ല. ഞാൻ അഭിനയിച്ചതുപോലെ മമ്മൂട്ടിക്കോ, മമ്മൂട്ടി അഭിനയിച്ചതുപോലെ മോഹൻലാലിനോ അഭിനയിക്കാൻ കഴിയില്ല. അവർ ഇരുവരും സംസാരിച്ച കാര്യമാണ്. ഞങ്ങൾ അങ്ങോട്ടും മത്സരിക്കുന്നവരല്ല, രണ്ടുപേരും കലാകാരന്മാരാണ്, രണ്ട് രീതിയിൽ അഭിനയിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അവരങ്ങനെ മത്സരിച്ച് അഭിനയിക്കുന്ന ആളുകളെ അല്ല. എന്നിട്ടും ഇവിടെ ഫാൻസ് ഓളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല. തുടരും എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അഭിനയത്തിന് ഒരു മമ്മൂട്ടി ഫാൻസ് മോശമായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഈ ഒരു ലെജൻഡ് ആക്ടേഴ്സിന്റെ പ്രായം നിങ്ങൾ നോക്കണം. ഈ ഒരു പ്രായത്തിൽ അവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, ഈ വൃത്തിയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ശരീരം അതിന് വഴങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് കൊണയ്ക്കാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും രണ്ടുപേരും കിടിലൻ ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ, മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന രണ്ട് സീനുകൾ. ഒന്ന് തുടരും എന്ന സിനിമയിലെ ഒരു സൈക്കോ തരത്തിലുള്ള ഒരു നോട്ടുണ്ട് മോഹൻലാലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ആ ഒരു സീനിലാണ്. അതിനടിയിൽ വേറൊരു വീഡിയോ, അതായത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ ഒരു സീനും ഇട്ടിട്ട് ആരാണ് കേമൻ എന്നാണ് ചോദ്യം. ആ വീഡിയോ നമുക്ക് കാണാം, കണ്ടതിന് ശേഷം പറയാം. സ്വന്തം ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ മുന്നിൽ അയാൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് അയാളുടെ ഭാവം മാറി ഒരു സൈക്കോ പരിവേഷത്തിലേക്ക് എത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പാവത്താന. പക്ഷെ അയാൾ സൈക്കോ ആയി മാറുന്ന ഒരു സീനാണ് തുടരും എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ആ ഒരു സീനിൽ അദ്ദേഹം അതിമാരകമായിട്ട് തന്നെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നേരെ തിരിച്ച് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ ഷൺമുഖം എന്ന ആ ഒരു ക്യാരക്ടർ ഇത്രയും നാള് തൻ്റെ ശരീരത്തിൽ ഷൺമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ്, അല്ലെങ്കിൽ ഞാനൊരു പരകായ പ്രവേശം നടത്തിയിരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സീനാണ്. ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ മുടി വെട്ടിയിരുന്ന ഷൺമുഖത്തിൻ്റെ മുടി വെട്ടിയിരുന്ന ആ ബാർബർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ഉള്ളത് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വരുന്ന സീനാണ്. അവിടെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന സീനാണ്. ഈ രണ്ട് സീനുകളും തമ്മിൽ ആരാണ് കേമൻ എന്ന് എങ്ങനെയാണ് പറയുന്നത്? രണ്ടുപേരും ഒരേ സിറ്റുവേഷനല്ല അഭിനയിച്ചിട്ടുള്ളത്. രണ്ടുപേരുടെയും കണ്ണിലെ അഭിനയങ്ങൾ തീഷ്ണതയുള്ളതാണ്. പക്ഷെ രണ്ടും രണ്ടാവുമ്പോൾ നിങ്ങൾ എങ്ങനെ രണ്ടും ഒന്നാണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പം മനസ്സിലാക്കിയ കാര്യം വെച്ച് നോക്കിയേ. എങ്ങനെയാണ് നിങ്ങളത് കമ്പയർ ചെയ്തതെന്ന് നിങ്ങൾ സ്വയം ആത്മവിമർശനമായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമാണ്. മമ്മൂട്ടിയും മോഹൻലാലും വേറെ പറയണ്ടല്ലോ, അങ്ങനെയുള്ള നടന്മാരാ. അവരുടെ ഏത് ഏജിലാണ് അവരിത് കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങളെ കൊണ്ടൊന്നും സ്വപ്നത്തിൽ പോലും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സാധനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലേ? എന്താണ് രണ്ടാളുടെയും കണ്ണിൻ്റെ പ്രത്യേകത? ആ ഒരു കണ്ണിലെ അഭിനയം, ആ തീഷ്ണത, അത് മറ്റുള്ള നടന്മാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഫഹദ് ഫാസിലിന് ഐ ആക്ടിങ് ഒന്നും കൂടി മികച്ചതാണ് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, വരില്ല എന്ന് തന്നെ പറയാം, അല്ലേ? ഇവിടെ രണ്ട് സിറ്റുവേഷൻ, രണ്ട് ആക്ടേഴ്സും കൈകാര്യം ചെയ്ത രീതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മുഖം, കണ്ണ്, ഈ മുഖവും കണ്ണുകൊണ്ട് മാത്രമാണ് അഭിനയിച്ച് ഫലിപ്പിച്ച് വെച്ചിട്ടുള്ളത്. രണ്ട് സിനിമയുടെയും ഷൂട്ടിംഗ് വേളയിൽ എടുത്ത വീഡിയോസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ട് ഡയറക്ടർമാരും പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അവിടെ കട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിക്കാൻ മറന്നു. അതേപോലെ പപ്പുവിൻ്റെ മകൻ പറഞ്ഞു, കട്ടെന്ന് പറയല്ലേ, അയാൾ അഭിനയിക്കുകയാണ്, അയാളുടെ മുഖത്തെ ഭാവങ്ങൾ നമുക്ക് നേരിട്ടൊരു ഇപ്പം ലില്ലിപ്പൂട്ടിൽ കാണുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാവും. സൈഡിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് മോഹൻലാലിൻ്റെ മുഖത്തോ മമ്മൂട്ടിയുടെ മുഖത്തോ ഭാവങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി വരില്ല. പക്ഷെ ലില്ലിപ്പൂട്ടിലൂടെ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ അവർ മനസ്സിലാക്കുക ഒരു വണ്ടർഫുൾ സാധനം തന്നെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്.
ഈ തുടരും എന്ന സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. ഇവിടെ ഒരു ഫാൻ ഫൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഒരിക്കലും മായാതെ നിങ്ങളുടെ മനസ്സിനകത്ത് അത് കിടക്കുന്നുണ്ട്. അതൊരിക്കലും വരരുത് എന്നുള്ളതാണ്. നല്ല നല്ല സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യാനും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ അത് ആര് ചെയ്തതാണെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യാനും നമ്മളെല്ലാവരും തയ്യാറാവണം. അല്ലാത്ത പക്ഷം സിനിമാ പ്രേമികളാണ് നമ്മളെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല, അല്ലേ? മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അഭിനയിക്കുന്ന രീതികൾ വ്യത്യസ്തനാണ്. രണ്ടാൾ വ്യത്യസ്തമായ രീതിയിലാണ് അഭിനയിക്കുന്നത്. പക്ഷെ അവരൊക്കെ നമുക്ക് മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് ഒരുപാട് നല്ല സിനിമകളുണ്ടാവും, ഒരുപാട് കോമാളിത്തരങ്ങളുണ്ടാവും, ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും കഴിയുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മളെ കയ്യിൽ എത്തി. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് തരാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ അഭിനയ മുഹൂർത്തങ്ങൾ. ഒരുപാട് കാലത്തിന് ശേഷം തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടന്റെ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് മാറി മറഞ്ഞ മിന്നി മറഞ്ഞിരുന്ന ഒരുപാട് ഭാവങ്ങൾ വീണ്ടും വന്നതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മോഹൻലാൽ വേറെ റേഞ്ച് ആവും, ഒരു തർക്കവും കാര്യം വേണ്ട. ഏകദേശം മമ്മൂട്ടി ആ ഒരു റേഞ്ചിൽ തന്നെയാണ് തുടർന്നു പോകുന്നത്. അദ്ദേഹം പിന്നോട്ട് ഇതുവരെ പോയിട്ടില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഒരുപാട് കോട്ടും സൂട്ടും ഒരുപാട് അടിയും കുത്തൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നും സിനിമകളില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി. അതിലൊക്കെ സന്ദീപ് സൈനിങ് ഓഫ്.